CCTV ഷോർട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർ ഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. നമസ്കാരം. CCTV ഷോർട്ട് ന്യൂസിലേക്ക് സ്വാഗതം. സംസ്ഥാനത്ത് വീണ്ടും അതിതീവ്ര മഴ മുന്നറിയിപ്പ്. കേരള തീരത്ത് കടൽ പ്രക്ഷുബ്ധമാകാൻ സാധ്യത. മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകരുതെന്ന് നിർദ്ദേശം. ഗുരുവായൂർ മമ്മിയൂർ കൈരളി ജംഗ്ഷനിൽ ബസ്സും ബൈക്കും കൂട്ടിയിടിച്ച അപകടം. ഒരാൾക്ക് പരിക്ക്. ഗതാഗത നിയമങ്ങൾ പാലിക്കാതെ വാഹനങ്ങൾ മരണപ്പാച്ചിൽ നടത്തുന്നുവെന്ന പരാതി ഉയരുന്നു. പൊന്നാനി ഗുരുവായൂർ റോഡിൽ സ്വകാര്യ ബസ്സുകൾ പണിമുടക്കിലേക്ക്. പൈപ്പിടാൻ 2 വർഷം മുൻപ് പൊളിച്ചിട്ട പൊന്നാനി ഗുരുവായൂർ സംസ്ഥാന പാത ജൂൺ 30-നകം ടാറിംഗ് നടത്തിയില്ലെങ്കിൽ ബസ് സർവീസ് നിർത്തിവെക്കുമെന്ന് ബസ് ഉടമകൾ. ഞാങ്ങാട്ടിരി മാട്ടായിൽ ഗൃഹനാഥനെ തോട്ടിൽ വീണ് മരിച്ച നിലയിൽ കണ്ടെത്തി. മൂത്തേടത്ത് പാറക്കുട്ടി അമ്മയുടെ മകൻ 60 വയസ്സുള്ള കൃഷ്ണദാസാണ് മരിച്ചത്. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ചിറക്കൽ കാട്ടകമ്പാൽ യൂണിറ്റ് മരണാനന്തര സഹായധന വിതരണവും യൂണിറ്റിന്റെ 25ാം വാർഷികത്തിന്റെ ഭാഗമായി നടത്തുന്ന സമ്മാന കൂപ്പണുകളുടെ വിതരണോദ്ഘാടനവും നടത്തി. ഭദ്രം പ്ലസ് എന്നീ സഹായ പദ്ധതികളുടെ ഭാഗമായി മരണമടഞ്ഞ വ്യാപാരികളുടെ ആശ്രിതർക്ക് 20 ലക്ഷം രൂപയാണ് വിതരണം ചെയ്തത്. ഇരുവൃക്കകളും തകരാറിലായി ചികിത്സ തുടരുന്ന പാഴിയോട്ടുമുറി കുന്നത്തുപുരയ്ക്കൽ സുനിലിനും കുടുംബത്തിനും ഉപജീവനത്തിനായി എരുമപ്പെട്ടി നാടിനും നാട്ടുകാർക്കും വേണ്ടിയെന്ന വാട്സ്ആപ്പ് കൂട്ടായ്മ ലോട്ടറി തട്ട് നൽകി. കടങ്ങോട് പഞ്ചായത്തിലെ 7ാം വാർഡിലെ താമസക്കാരനായ സുനിൽ വർഷങ്ങളോളമായി വൃക്കരോഗത്തിന് ചികിത്സയിലാണ്. ഗുരുവായൂർ സംസ്കൃത അക്കാദമിയുടെ ആഭിമുഖ്യത്തിൽ സംസ്കൃത സംഗമവും സംസ്കൃത സേവാരത്ന പുരസ്കാര സമർപ്പണവും നടന്നു. നഗരസഭാ ലൈബ്രറി ഹാളിൽ പട്ടാമ്പി ശ്രീ മഹർഷി വിദ്യാലയം ചെയർമാൻ ബ്രഹ്മചാരി TK വിനയഗോപാൽ ദീപപ്രോജ്വലനം നടത്തി. മരം വീണ് റോഡിൽ ഗതാഗത തടസ്സം. 24 മണിക്കൂർ കഴിഞ്ഞിട്ടും അധികൃതർ മരം മുറിച്ചു മാറ്റിയില്ല. പെരുമ്പിലാവ് പൊറവൂർ ചീനിത്തുറ റോഡിലാണ് വെള്ളിയാഴ്ച കാറ്റിൽ സ്വകാര്യ വ്യക്തിയുടെ വളപ്പിലെ വേപ്പ് മരം ഒടിഞ്ഞ് റോഡിൽ വീണത്. പിന്നീട് ശനിയാഴ്ച ഉച്ചയ്ക്ക് 3 മണിയോടെ മരം മുറിച്ചുമാറ്റി ഗതാഗത തടസ്സം നീക്കി. അഹമ്മദാബാദ് ആകാശ ദുരന്തം. കോൺഗ്രസ് എരുമപ്പെട്ടി മണ്ഡലം കമ്മിറ്റി മെഴുകുതിരി തെളിയിച്ച് ആദരാഞ്ജലി അർപ്പിച്ചു. കടങ്ങോട് റോഡ് ജംഗ്ഷനിൽ നടന്ന ചടങ്ങ് UDF കുന്നംകുളം നിയോജക മണ്ഡലം കമ്മിറ്റി കൺവീനർ അമ്പലപ്പാട്ട് മണികണ്ഠൻ ഉദ്ഘാടനം ചെയ്തു. കേരള സ്റ്റേറ്റ് കർഷക തൊഴിലാളി യൂണിയൻ നേതാവും CPM കേന്ദ്ര കമ്മിറ്റി അംഗവുമായിരുന്ന PK കുഞ്ഞച്ചന്റെ ചരമവാർഷിക ദിനാചരണം എരുമപ്പെട്ടി നെല്ലുവായിൽ KSKTU വടക്കാഞ്ചേരി ഏരിയ തല ദിനാചരണം സംസ്ഥാന കമ്മിറ്റി അംഗം ബിന്ദു പുരുഷോത്തമൻ ഉദ്ഘാടനം ചെയ്തു. SSLC +2 ഉൾപ്പെടെ വിവിധ പരീക്ഷകളിൽ ഉന്നത വിജയം സ്വന്തമാക്കിയവരെ വിവിധ സംഘടനകളുടെ ആഭിമുഖ്യത്തിൽ ആദരിച്ചു. പഠനോപകരണ വിതരണവും അനുബന്ധ പരിപാടികളും നടന്നു. എലവള്ളി സെന്റ് ആന്റണീസ് ദേവാലയത്തിൽ ഇടവക മധ്യസ്ഥനായ വിശുദ്ധ അന്തോണീസിന്റെ ഊട്ടുതിരുനാൾ ഭക്തിനിർഭരമായ ചടങ്ങുകളോടെ ആഘോഷിച്ചു. വിശുദ്ധ അന്തോണീസിന്റെ മരണത്തിരുനാളിന്റെ ഭാഗമായി നടന്ന നേർച്ചയൂട്ടിൽ നിരവധി വിശ്വാസികൾ പങ്കെടുത്തു. JDC ജൂനിയർ ഡിപ്ലോമ ഇൻ കോർപ്പറേഷൻ 8990 വയനാട് ഗ്രൂപ്പ് സ്നേഹസംഗമം ഗുരുവായൂർ ഫ്രീഡം ഹാളിൽ നടത്തി. ആരോഗ്യനികേതൻ ആയുർവേദൻ യോഗ ക്ലിനിക്കും നാഗാർജുന ആയുർവേദിക്സും സംയുക്തമായി സൗജന്യ ന്യൂറോപ്പതി സ്ക്രീനിംഗ് ടെസ്റ്റ് സംഘടിപ്പിച്ചു. ഗുരുവായൂർ കിഴക്കേനടയിൽ പ്രവർത്തിക്കുന്ന ആരോഗ്യനികേതൻ ക്ലിനിക്കിൽ സംഘടിപ്പിച്ച പരിശോധനാ ക്യാമ്പ് മുൻ MLA PT കുഞ്ഞുമുഹമ്മദ് ഉദ്ഘാടനം ചെയ്തു. അണ്ടത്തോട് തക്വ ഇംഗ്ലീഷ് സ്കൂൾ മോണ്ടിസറി വിഭാഗം പ്രവേശനോത്സവം നടന്നു. ട്രസ്റ്റ് സെക്രട്ടറി MA റഷീദ് ഉദ്ഘാടനം ചെയ്തു. CCTV ഷോർട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർ ഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. ഇതോടെ ഷോർട്ട് ന്യൂസ് സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ് പേജ്, ഫേസ്ബുക്ക് പേജ്, യൂട്യൂബ് എന്നിവ സന്ദർശിക്കുക. തത്സമയ വാർത്തകൾക്കായി www.cctv online.tv സന്ദർശിക്കുക. നമസ്കാരം.